ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കപ്പലണ്ടി കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള വട ഉണ്ടാക്കാം. എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന സ്വാദാണ്. പച്ചക്കപ്പലണ്ടി 2 കപ്പ് എടുക്കാം. തൊലി കളയാത്ത കപ്പലണ്ടിയാണ്. ഇത് കുതിരാൻ വയ്ക്കാം. മുങ്ങണ പോലെ വെള്ളം ഒഴിച്ചിട്ട് 3 മണിക്കൂർ നേരം കുതിർക്കാം. അടച്ചു വയ്ക്കാം. ഇപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ട്, സോഫ്റ്റായി. ഇനി വെള്ളം മാറ്റിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. കപ്പലണ്ടി മിക്സിയിലേക്ക് ഇടാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇഞ്ചി 2 ഇഞ്ച് കഷ്ണം, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, പെരിഞ്ജീരകം 1 ഹീപ്പ് ടീസ്പൂൺ ഉണ്ട്. ഇനി അരയ്ക്കാം. ഇപ്പം എങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളി 20 എണ്ണം നുറുക്കിയത്, 1 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ, ഇടിയപ്പത്തിനുള്ള പൊടിയാണ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം, പാകത്തിന് ഉപ്പും. ഇനി നല്ലോണം യോജിപ്പിക്കണം. ഒട്ടും വെള്ളമില്ലാണ്ടാണ് നമ്മൾ അരച്ചെടുത്തത്. തരിതരിയായിട്ട് വേണം ഇങ്ങനെ. ഉള്ളിക്ക് പകരം സബോള നുറുക്കിയതും ചേർക്കാം, പക്ഷേ കൂടുതൽ സ്വാദ് ഉള്ളി ചേർക്കുമ്പോൾ തന്നെയാണ്. ഇങ്ങനെ ഉരുട്ടുമ്പോൾ വേഗം വടയുടെ ഷേപ്പിലാക്കാൻ പറ്റുന്ന പോലെയാണ് ഈ മാവ്. ഇനി ഓരോന്നായിട്ട് പരത്തി വയ്ക്കാം. ഒരു പരിപ്പുവടയുടെ അത്ര തന്നെ വലുപ്പം മതി. ആദ്യം ബോളാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്താം. ഇങ്ങനെ എല്ലാം പരത്തി വെച്ചാൽ വറക്കാൻ എളുപ്പമാണ്. ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. ഡീപ് ഫ്രൈ ആണ്, മുങ്ങണ പോലെ എണ്ണ വേണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോ വടയായിട്ട് എണ്ണയിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിം മതി. ഇത്തിരി വേവുണ്ട് കപ്പലണ്ടിക്ക്. 1 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം. പതം കുറഞ്ഞു, ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി തിരിച്ചിടാം. ഫ്ലെയിം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ആയിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. നല്ല കളറുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതുകൊണ്ട്. ഇങ്ങനെ എല്ലാ വടയും വറുത്തെടുക്കാം. എണ്ണ അധികം ചൂടായി പോകാണ്ട് നോക്കണം, അല്ലെങ്കിൽ വടയുടെ പുറം ഭാഗം കരിയും, ഉള്ളു വേവില്ല. നമ്മളിങ്ങനെ കപ്പലണ്ടി അരച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് വട പരത്തി വെച്ചിട്ട് കഴിക്കാൻ നേരത്തെ വറുത്തെടുത്താൽ ചൂടോടെ കഴിക്കാനും പറ്റും. ഒരുമിച്ച് കുറേ പണിയാവില്ല. എണ്ണ കുടിക്കണേ ഇല്ല. കറിവേപ്പില ഉള്ളിയൊക്കെ മൊരിഞ്ഞിട്ട് കാണാം വടയിൽ. അങ്ങനെ സ്വാദുള്ള കപ്പലണ്ടി വടയായി. 1-2 എണ്ണം കഴിച്ചാൽ തന്നെ ധാരാളമാവും. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഇവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.